തൗഹീദിന്റെ പേരിൽ വീണ്ടും പിളർന്നു. എന്താ അതെഴുതിയിരുന്ന മൗലവി അബ്ദുൽ ജബ്ബാർ മൗലവി എന്ന് പറയും. ഇവരുടെയൊക്കെ ഗുരുനാഥന. ആ അബ്ദുൽ ജബ്ബാർ മൗലവിയും അയാൾ അംഗീകരിക്കുന്ന സക്കരിയ സലാഹിയും മുജാഹിദ് ബാലുശ്ശേരിയും സുഹൈർ ചുങ്കത്തറയും അബ്ദുൽ സുല്ലമി ഉൾപ്പെടെ ഒരു വമ്പിച്ച സംഘം പറഞ്ഞു, ഞങ്ങൾ ഈ ശിർക്ക് ഞങ്ങൾ അംഗീകരിക്കൂല. 2007 നമ്മൾ തൗഹീദൊന്നും മാറ്റിയതാ. എന്നിട്ട് അത് തൗഹീദാണ് ശിർക്കല്ലാതെ, അതുവരെ ശിർക്കായിരുന്ന കാര്യം 2007 തൗഹീദാണെന്ന് പറഞ്ഞ് മാറ്റിയതാ. ഇത് 2012 വീണ്ടും അത് ശിർക്കാണെന്ന് പ്രഖ്യാപിച്ച നമ്മളെ എതിരാളികൾ എന്താ നമ്മളെ കുറിച്ച് വിലയിരുത്തുക? അതുകൊണ്ട് ഞങ്ങളില്ല, അത് ശിർക്കാണെന്ന് പറയാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞു സക്കരിയ ഗുരു മൗലവിയുടെ നേതൃത്വത്തിലുള്ള ഈ വിഭാഗം ആളുകൾ. അതോടുകൂടി മൗലവി ഗ്രൂപ്പിൽ വീണ്ടും തൗഹീദിന്റെ പേരിൽ പിളർപ്പുണ്ടാകുന്നു. ഞാൻ പറയല്ല, സക്കരിയ സലാഹി പറയുന്നത് കേട്ടോളൂ. ആളുകൾ എന്താ പറയാ, കുറെ കാലം നമ്മൾ ശിർക്കല്ല 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 എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ശിർക്കാണ് 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 എന്ന് പറയുമ്പോ നമ്മളെ തൗഹീദിന് സ്ഥിരതയില്ലേ എന്ന് ആൾക്കാർ ചോദിക്കൂലേ? കേട്ടോളൂ അയാൾ പറയുന്നത്. സംഗതി കുഴപ്പമൊന്നുമില്ല, തെറ്റ് മനസ്സിലായാൽ തിരുത്തണം, സംശയമൊന്നുമില്ല. പക്ഷെ അന്ന് പറഞ്ഞ തൗഹീദിന്റെ മാനദണ്ഡം ശിർക്കിന്റെ മാനദണ്ഡം ഇപ്പൊ മാറിപ്പോയി. അതാ മാനദണ്ഡം. ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അതിൽ ശിർക്കില്ല എന്ന് പറഞ്ഞത്? ഇപ്പൊ അത് ശിർക്കാണ് എന്ന് പറഞ്ഞ ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാ? അത് ജനങ്ങളോട് പറയണ്ടേ? കുറെ കാലം 2012 വരെ ശിർക്കല്ല 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 എന്ന് എവിടെ ശിർക്ക് എന്ന് ചോദിക്കാം. ഇപ്പൊ പറഞ്ഞ് ശിർക്കാണ് ശിർക്കാണ് ശിർക്കാണ്, ശിർക്കല്ല എന്ന് പറഞ്ഞവനൊക്കെ പുറത്താക്കും എന്നെടുത്ത് കണ്ടകള്. അപ്പൊ സുഹൃത്തുക്കളെ, ആളുകൾക്ക് മാറ്റി പറയാം, താല്പര്യങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം. പക്ഷേ തൗഹീദിന്റെ കാര്യത്തിൽ ഇത് പറ്റുമോ എന്നാ ഇയാള് ചോദിക്കുന്നത്. പണ്ട് ഇയാള് മാറ്റി പറഞ്ഞതാണ്, അത് നിങ്ങൾ മറക്കരുത് സഹോദരന്മാരെ. അങ്ങനെ 2012 കൂടി തൗഹീദ് പുതിയ തൗഹീദുമായി വന്ന് മുജാഹിദുകൾക്കിടയിൽ തൗഹീദിന്റെ പേരിൽ തന്നെ വീണ്ടും പിളർപ്പുണ്ടായി. ഇക്കാലം എത്രയും ശിർക്കല്ല 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 എന്ന് പറഞ്ഞത്, പിന്നെ നമ്മൾ ശിർക്കാണ് 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 എന്ന് പറയുമ്പോൾ ആളുകൾ പറയില്ലേ, എതിരാളികൾ ചോദിക്കൂലേ? അപ്പോ സക്കരിയ സലാഹിയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ്, അബ്ദുറഹിമാൻ സലഫിയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പിനോട്, അതായത് ശിർക്കാണ് എന്ന് പറയുന്ന ടീമാ, അതാരൊക്കെ? അബ്ദുറഹ്മാൻ സലഫി, അതുപോലെ തന്നെ ഹനീഫ കായക്കൊടി, നിങ്ങൾ എറണാകുളത്തേർനായ അനസ് മൗലവി, ആ ടീമൊക്കെ പാടെ ശിർക്കാണ് എന്ന് പറയുന്നവരാ. ഔദ്യോഗിക ഗ്രൂപ്പ് അവരാണെന്ന് അപ്പൊ പറയുന്നത്. ആവട്ടെ, അവര് പറഞ്ഞു ശിർക്കാണ്. അപ്പോ ശിർക്കാണ് എന്ന് പറയുന്ന ഈ ടീമിനോട് സക്കരിയ സലാഹി ചോദിച്ചു, നിങ്ങളൊക്കെ പറഞ്ഞിരുന്നു അത് തൗഹീദിന് എതിരല്ല, ശിർക്കല്ല, അത് തൗഹീദ് തന്നെയാണ് ജിന്നുകളെ വിളിക്കുന്നത് എന്ന് അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ? ഹനീഫ മൗലവി അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ? അബ്ദുറഹ്മാൻ സലഫി, അതുപോലെ അന്ന് നിങ്ങൾ ഇത് തൗഹീദാണെന്ന് പറഞ്ഞതല്ലേ അനസ് മൗലവി എന്ന് ചോദ്യം. അപ്പൊ അനസ് മൗലവിന്റെ മറുപടി, അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകരെ, ഞങ്ങളിതാ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു, അതൂബു ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ഞങ്ങൾ തൗബ ചെയ്യുന്നു. പരസ്യമായിട്ടേ ഞാൻ പറയണില്ല. അയാളെ തൗബ സക്കരിയ സലാഹി എന്നെ വെക്കട്ടെ, അപ്പോഴേ ഞങ്ങൾക്ക് തിരിയുള്ളൂ. അയാളെ കമന്റോട് കൂടി കേട്ടോളി. തീരോ അനസ് മൗലവി കരഞ്ഞാ തീരുന്ന പ്രശ്നമല്ല ഇത് കേട്ടോ. അനസ് മൗലവി കരയുന്ന കേട്ടോളി. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കൊടി ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല, ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ആ വിശ്വാസം ഞങ്ങൾ പോരിട്ടില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ്. അപ്പോ മൂപ്പര് പറയാണ്, ഞങ്ങൾ ഇതാ മാപ്പ് ചോദിക്കുന്നു. അതിന്റെ ഇടയിൽ പിന്നെ അതിലും ഒരു ചതി, എന്ത്, ഞങ്ങൾ ആ വിശ്വാസം പേറിയിട്ടില്ല. എന്നാ പിന്നെ ഇതിനെ തൗബ ചെയ്യണേ, പിന്നെ തൗബ ചെയ്യുന്ന ആവശ്യമല്ലോ. അപ്പൊ തൗബയിലും ചതി. എന്തൊരു കഷ്ടം, ആകെ ചതിയല്ലേ. ഞങ്ങളിത് മുമ്പേ പറയാൻ തുടങ്ങി, ഇയാൾക്ക് ഇപ്പോഴത് മനസ്സിലായത്. ഇതാകെ ചതിയുടെ പ്രസ്ഥാനാണ്. തൗബയിലും ചതി. നോക്കുങ്ങള്. എന്നിട്ട് പറയട്ടെ, മൗലവി പറഞ്ഞ ശിർക്കന്നെയാണ് എന്നെ പോലെ മനസ്സിലുള്ളത്, എന്നിട്ടും ശിർക്കല്ല, തെറ്റല്ല. എവിടെയാതിൽ ശിർക്ക്? അമ്പലക്കളവിനോട്. എവിടെയാതിൽ ശിർക്ക്? അലിമദിനോട്. മനസ്സിലെന്താ? ശിർക്കാണ് എന്നാ. പിന്നെ എന്തിനാ തൗബ ചെയ്യണേ? നിങ്ങളെ കാപ്പട്ടി കാണിച്ചിനാവും തൗബ ചെയ്യണേ അല്ലേ? ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ അതപ്പതിക്കല്. ഇങ്ങനെയുണ്ട് ഒരു അതപ്പതിക്കല്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഈ ജാതി അതപ്പതിന് ഉണ്ടാവുള്ളൂ, വേറെ എവിടെ ഉണ്ടാവൂല.
സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. സക്കരിയ സലാഹി പറയാണ്, ഇങ്ങനെ നിങ്ങൾ മാപ്പും അപേക്ഷയും തോപയും ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ മുജാഹിദുകൾ കുറച്ചൊന്നും മാപ്പ് പറഞ്ഞാൽ പോരാ. നിങ്ങൾ കോഴിക്കോട് നടത്തുന്ന സമ്മേളനത്തിൽ ഒരു കുംഭസാര സെഷൻ തന്നെ വെക്കേണ്ടി വരും. ഞാൻ പറയല്ല, മൂപ്പറക്കോട് പറയിപ്പിച്ചാൽ സക്കരിയ എന്നെ പറയുന്നത് കേട്ടോളൂ. ആള് പറയുന്നത് വെച്ചുകൊടുത്ത. അപ്പൊ ഇതൊരു പ്രസ്ഥാനത്തിന്റെ ആദർശമാണ്. അപ്പൊ മുജാഹിദുകൾ എല്ലാ പണ്ഡിതന്മാരും കൂടിയിട്ട് കോഴിക്കോട് സമ്മേളനത്തിൽ ഒരു കുംഭസാര സെഷൻ തന്നെ വെച്ചടയാം. ഒരാൾ ഇങ്ങനെ ഓയിച്ചു കൊടുക്കുക, ഞങ്ങളെല്ലാം ആ പറഞ്ഞത് എന്ന് ഞങ്ങൾ ആ പറഞ്ഞത് അത് ഞങ്ങളിൽ വന്ന അബദ്ധമാകുന്നു, തെറ്റാകുന്നു എന്നിങ്ങനെ ഒരു കുംഭസാര സെഷൻ കോഴിക്കോട്ടെ സമ്മേളനത്തിൽ വെക്കണം. ഞങ്ങളെല്ലാം ആ പറഞ്ഞത് എന്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ കുംഭസരിക്കുന്ന ഏർപ്പാടത് എവിടേക്കാണ് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്നത്? ഇത് ശിർക്കിലേക്ക്. വേറെന്താ എവിടേക്ക് നിങ്ങൾ കൊണ്ടുപോകണത്? സഹോദരന്മാരെ, എവിടെ എത്തി മുജാഹിദ് പ്രസ്ഥാനം? ഈ ശിർക്ക് ചെയ്തിട്ട് നോക്കിങ്ങൾ ശിർക്കായ കാര്യം 2005 മുതൽ 12 വരെ തൗഹീദാണ് എന്ന് പറഞ്ഞതിന് ഇയാൾ തൗബ ചെയ്താൽ മതിയോ? പോരല്ലോ. ഇയാൾ ഷഹാദത്ത് കലിമ ചെല്ലണ്ടേ? സക്കരിയ സലാഹി എന്നെ പറയുന്നത് കേട്ടോളൂ. ഇത് കണ്ടിട്ടിപ്പോ സുന്നികൾ എന്താ പറയുന്നറിയോ? അനസേജ് ഷഹാദത്ത് കലിമ ചെല്ലണം. തൗബ ചെയ്താൽ പോരാ. അത് അനസിനോട് മാത്രല്ല, മുജാഹിദുകളോട് എല്ലാവരോടും പറയുന്നത്. ഉറപ്പാണ്, നിങ്ങൾ എല്ലാവരും ചെല്ലണം ഷഹാദത്ത്. കാരണം നിങ്ങളെ കാര്യം കഴിഞ്ഞെങ്കിൽ ഇതൊക്കെ ശിർക്കിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു.